ഹായ് ഹലോ. നമുക്ക് ഇന്ന് കുറച്ച് ദൂരെ പോകണം. അമ്മയുടെ അനിയത്തിയുടെ മോളുടെ വീട് കാണാനായിട്ട് പോവാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അവിടെയാണ് കേട്ടോ. ഇന്നൊരു സ്പെഷ്യലാണ്. അപ്പോൾ ഇന്ന് രാവിലെ ആയിട്ടേ ഉള്ളൂ. ആരും ഉറക്കം എണ്ണീറ്റില്ല. കുഞ്ഞുങ്ങൾ ഉറക്കമാണ്, എല്ലാവരും ഉറക്കമാണ്. ഞാൻ ഉറക്കം എണ്ണീറ്റതേ ഉള്ളൂ. നമുക്ക് പോകുന്ന വീഡിയോയും അവിടുത്തെ വിശേഷങ്ങളും കാണാം കേട്ടോ. അങ്ങനെ ഞാൻ റെഡിയായതിന് ശേഷമാണ് കേട്ടോ കുഞ്ഞുങ്ങളെ എണീപ്പിച്ചത്. പിന്നെ അവർ എണീറ്റ് കഴിഞ്ഞാൽ മൊത്തം തിരക്കായിപ്പോയി. അങ്ങനെ തിരക്കിനിടയ്ക്ക് ഇറങ്ങുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എടപ്പള്ളിയിൽ ആണ് വന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ 2 വണ്ടിക്കാണ് വന്നത്. അപ്പം അച്ഛന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞങ്ങളെ. അപ്പം അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന് കുറച്ച് നേരം അവിടുത്തെ വീഡിയോ ഒക്കെ എടുത്തപ്പോഴത്തേക്കും അച്ഛനും അമ്മയൊക്കെ എത്തി. പിന്നെ അവരുമായിട്ട് ഫുഡ് കഴിക്കാൻ കയറിയപ്പോഴത്തേക്കും അങ്ങനെ അച്ഛനും അമ്മയും വന്നപ്പോഴത്തേക്കും താമക്കുട്ടനും അവൻ്റെ ആപ്സും കൂടെ കുറച്ച് ചെടികളൊക്കെ കാണാനായിട്ട് തൊട്ടടുത്തുള്ള നഴ്സറിയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കുണ്ടല്ലോ അവിടെ വന്ന ഒരാളും അവിടുത്തെ സ്റ്റാഫുമായിട്ട് ഭയങ്കര ബഹളം ഉണ്ടായി. അതിൻ്റെ മുതലാളി വന്ന് ഈ പൂ മേടിക്കാൻ വന്ന ആളെ പറഞ്ഞു വിടുന്ന സീനാണ് കേട്ടോ ഞാൻ അവരെ വിളിക്കാൻ നിന്നപ്പോൾ കണ്ടത്. പിന്നെ അവർ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് കഴിക്കുന്നിടത്ത് വന്നു. കുറച്ച് പേര് ഇഡ്ഡലി, കുറച്ച് പേര് മസാല ദോശ, കുറച്ച് പേര് നെയ് റോസ്റ്റ്, അങ്ങനെ കുറച്ച് ഓർഡറൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. ഞാൻ ഇഡ്ഡലിയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ എൻ്റെ ഫുഡ് ആദ്യം വന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. ആലുവയിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു ഞങ്ങൾ പോകുന്ന സ്ഥലത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അതെല്ലാം മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും യാത്ര തുടങ്ങി കേട്ടോ. ഞങ്ങൾ ഇന്ന് പോകുന്നത് ആലുവ ദേശത്താണ് കേട്ടോ. അമ്മയുടെ 2ാമത്തെ അനിയത്തി അവിടെയാണ് താമസിക്കുന്നത്, സിന്ധു ചിറ്റയുടെ 2ാമത്തെ മോള് നീതു ചേച്ചിയുടെ വീടിൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു ജനുവരിയിൽ. അപ്പം ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായില്ല, എനിക്കും കുഞ്ഞുങ്ങൾക്ക് സുഖമില്ലായിരുന്നു. അപ്പം ഇപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ആ വീട്ടിലേക്ക് പോകണം കേട്ടോ. ഇതാണ് വീട്. ഞങ്ങളങ്ങനെ ഒരു കുറേ നേരം യാത്ര ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ എത്തി. നല്ല വീടാണ് കേട്ടോ, അടിപൊളി, ഒരു ശാന്തമായിട്ടുള്ള പ്രദേശം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ പോയി വീടൊക്കെ കണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ചായ കുടിയൊക്കെ ആയി. ചെറിയ കാപ്പിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറേ നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു കേട്ടോ. എല്ലാവരും അങ്ങനെ ഒരുമിച്ച് കൂടാറില്ല. സിന്ധു ചിറ്റ ആലുവയിലാണ് താമസിക്കുന്നത്, വീച്ചിറ്റ് ഞങ്ങളുടെ വീടിനടുത്താണ് താമസിക്കുന്നത്. അതുകൊണ്ട് വീച്ചിറ്റ് അമ്മ എപ്പോഴും കാണാറുണ്ട്, സിന്ധു ചിറ്റ അങ്ങനെ എപ്പോഴും കാണാറേ ഇല്ല. അങ്ങനെ പിന്നെ ചേച്ചിമാരുണ്ടായിരുന്നു. സിന്ധു ചിറ്റയുടെ മൂത്ത മോള് ചെന്നൈയിലാണ് താമസിക്കുന്നത് കേട്ടോ. ഇതാണ് പിങ്കി ചേച്ചിനെ ചെന്നൈയിലാണ് കല്യാണം കഴിച്ചേക്കുന്നത്. അപ്പോൾ ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേച്ചിയായിട്ട് കുറേ നേരം സൊറയൊക്കെ പറഞ്ഞിരുന്ന്, കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന്. പിന്നെ ഇവരുടെ വീടിന് അടുത്താണ് എയർപോർട്ട്, കൊച്ചി എയർപോർട്ട്. അപ്പോൾ എയർപോർട്ടിലേക്ക് പോകുന്ന പ്ലെയിനൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ പ്ലെയിനൊക്കെ കണ്ട് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് കഴിഞ്ഞപ്പോൾ പിള്ളേർ നീൽ ചേച്ചിക്ക് 2 മക്കളും പിങ്കി ചേച്ചിക്ക് ഒരാളും ആണ്. പിങ്കി ചേച്ചിയുടെ മോള് +1 പഠിക്കുന്നത്. പിന്നെ ഉണ്ണിക്കുട്ടനൊക്കെ പോട്ടും ചെറിയ മക്കളാണ് കേട്ടോ. പിന്നെ താമക്കുട്ടനും ആശിക്കുഞ്ഞും, അങ്ങനെ കുറേ പിള്ളേരുണ്ട് കേട്ടോ. കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അവരെല്ലാം വെള്ളത്തിൽ കളിയായി. പിന്നെ കുറേ നേരം അവരുടെ കൂടെ ഇരുന്ന് വെള്ളത്തിലൊക്കെ കളിക്കുന്ന വീഡിയോസൊക്കെ എടുത്ത് എല്ലാവരുമായിട്ട് കളിച്ച് ഇരിച്ചിരുന്നപ്പോഴത്തേക്കും പിങ്കി ചേച്ചി പറയുന്നുണ്ടായിരുന്നു ഇവിടെ അടുത്ത് കുറേ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പോയി കാണാം എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പം പിള്ളേർ 2 പേരും ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് കാണാൻ പോകാനായിട്ട് പറ്റിയില്ല. അപ്പോൾ പ്രേക്ഷകനും പിങ്കി ചേച്ചിയും കൂടെയാണ് സ്ഥലങ്ങൾ കാണാനും എനിക്ക് യൂട്യൂബിൽ വീഡിയോ എടുക്കാനായിട്ട് പോയത് കേട്ടോ. അങ്ങനെ അവർ പോയപ്പോഴത്തേക്കും കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ആ വീഡിയോസാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നത്. നല്ല രസമാണ്, വീഡിയോ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു. ഇത് തൊട്ടടുത്തുള്ളൊരു പുഴയാണ് കേട്ടോ. ഈ പുഴയ്ക്ക് നല്ല വീതിയുണ്ട്. കുറച്ച് പായൽ കിടന്നിട്ടാണ് ഇതിങ്ങനെ കാണാത്ത രീതിയിൽ കിടക്കുന്നത്. നല്ല വീതിയുള്ള പുഴയാണേ. അങ്ങനെ ഈ പുഴയുടെ അടുത്ത് ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത്. ഇതാണ് കേട്ടോ പിങ്കി ചേച്ചി മോഡലിംഗ് ഒക്കെ ചെയ്യുന്ന ആളാണ് കേട്ടോ ഇൻസ്റ്റഗ്രാമിൽ. അപ്പോൾ പിങ്കി ചേച്ചിയായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് തിരിച്ച് വന്നപ്പോഴത്തേക്ക് ആഷിക്കുഞ്ഞ് എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ആഷിക്കുഞ്ഞ് വന്നപ്പോഴത്തേക്ക് അവനെ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം കൂടി ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ ഒരു ദിവസം ഇതുപോലെ വരുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാം, അടിച്ചു പൊളിക്കാം എന്നൊക്കെ പറഞ്ഞ് കുറേ നേരം ഇരുന്ന് പിന്നെ വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് താമക്കുട്ടൻ്റെ ആഷിക്കുഞ്ഞിനെ ഞങ്ങളുടെ എല്ലാവരുടെയും ആയിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഇനി നേരെ സിന്ധു ചിറ്റയുടെ വീട്ടിൽ പോയി. ഇതാണ് കേട്ടോ ചിറ്റ. ഇനി ചിറ്റയുടെ വീട്ടിൽ നിന്ന് കുറച്ച് ചക്കയൊക്കെ എടുത്ത് റംബുട്ടാനൊക്കെ എടുത്ത് നേരെ വീട്ടിലേക്ക് പോകാനാണ് ഇപ്പോൾ പ്ലാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്